ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ചഞ്ചലപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായമാണ്. ഈ അധ്യായത്തിന്റെ പശ്ചാത്തലം നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം, നിയോഗപ്രകാരം അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള യാത്രക്കിടയിൽ കപ്പൽ ഛേദത്തിൽപ്പെടുന്നതായ ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം ഈ അധ്യായം വിശദമായി പഠിക്കുമ്പോൾ 7 വിധം കാറ്റിനെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവരെ അപകടത്തിൽപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ നിയോഗമുള്ള, വാഗ്ദത്തമുള്ള ഒരു അഭിഷക്തൻ ആ കപ്പലിൽ ഉണ്ടായിരുന്നതും കൊണ്ട് അവർ ശുഭ തുറമുഖം കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാറ്റുകൾ, ചില തിരമാലകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെയും പലപ്പോഴും ആഞ്ഞടിക്കാറുണ്ട്. വാഗ്ദത്തങ്ങൾ നമുക്ക് മുൻപിൽ അനേകമുണ്ട്, നിയോഗങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറില്ലേ, എൻ്റെ ജീവിതം അവസാനിച്ചു, ഇനിയും എനിക്ക് ഇതിൽ നിന്നൊരു മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് പലപ്പോഴും നമ്മൾ ഭാരപ്പെട്ട് ചഞ്ചലിച്ചു പോകാറില്ലേ? എന്നാൽ അപ്പോസ്തലനായ പൗലോസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം റോമിൽ പ്രസംഗിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു, ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു. എന്നാൽ ആ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കുവാൻ വേണ്ടി, ആമേൻ ഹല്ലേലൂയ, ജീവന് പോലും ഭീഷണി വരുത്തുന്ന അപകടത്തിൽ പെടുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിലും ദൈവത്തിന്റെ കരം, ആമേൻ ഹല്ലേലൂയ, അവിടെ അനുകൂലമായി പ്രവർത്തിച്ചു. പൗലോസിനെ ഓർത്ത്, പൗലോസ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കപ്പലിലുള്ള 276 പേര് ശുഭ തുറമുഖത്ത് എത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ ദൈവിക നിയോഗമുള്ള, ദൈവിക ദർശനമുള്ള, ആമേൻ ദൈവ പൈതലെ, മുന്നിൽ വാഗ്ദത്തങ്ങളോ ഹല്ലേലൂയ ഉള്ളപ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ചഞ്ചലപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, നിങ്ങളുടെ മുൻപിൽ ഒരു ശുഭ തുറമുഖമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ. ശുഭ തുറമുഖത്ത് എത്തുന്നതിന് മുൻപേ പടകിന് നേരെ, കപ്പലിന് നേരെ, ആമേൻ ചില കാറ്റുകൾ, പ്രയാസങ്ങൾ, തിരമാലകൾ ആഞ്ഞടിക്കുമായിരിക്കും, മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമായിരിക്കും. എന്നാൽ ഹല്ലേലൂയ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ആമേൻ ഹല്ലേലൂയ. ഒരിക്കലും മുങ്ങിപ്പോകുവാന്, താണു പോകുവാന്, വാഗ്ദത്തങ്ങൾ കാണാതിരിക്കുവാന് എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നമ്മുടെ ശുഭ തുറമുഖം എവിടെയാണ്? ആമേൻ. ഈ ലോകപ്രകാരമുള്ള സുഖ സൗകര്യങ്ങളോ മറ്റോ ആണോ? ഒരിക്കലുമല്ല. നമ്മുടെ ശുഭ തുറമുഖം ആ നിത്യതയാണ്. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യ സന്തോഷം, നിത്യ രാജ്യം. ആമേൻ ഹല്ലേലൂയ. ആ നിത്യരാജ്യത്തിലേക്ക്, ശുഭ തുറമുഖത്തിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി പലപ്പോഴും പിശാചായവൻ, ആമേൻ ഹല്ലേലൂയ, ചില കാറ്റുകൾ, തിരമാലകൾ, ആമേൻ ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങളിലൂടെ ഒക്കെയും പലപ്പോഴും എതിരായി കടന്നു വന്നേക്കാം. എന്നാൽ നാം ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, കാറ്റുകളെ, തീരുമാനങ്ങളെ ധൈര്യമായി നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ ആമേൻ ആ ശുഭ തുറമുഖത്ത് നമ്മൾ എത്തുക തന്നെ ചെയ്യും. അതിനായി ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്നിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.